ഹായ്. ശരിക്കും പറഞ്ഞാൽ നാളെ തൊട്ട് സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര എന്നുള്ള വാർത്ത എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കുറെ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇക്വാലിറ്റി എന്നുള്ള കാര്യം എല്ലാ രീതിയിലും പറയുമ്പോഴും എന്തിനാണ് സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു സ്പെസിഫിക്കലി ഒരു സൗജന്യ യാത്രയുടെ ആവശ്യം? ഇപ്പോൾ ഒരു പ്രത്യേക ഒരു കാറ്റഗറിപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ വയ്യാത്ത ആളുകൾക്കോ അല്ലെങ്കിൽ BPL കാറ്റഗറിപ്പെട്ട ആൾക്കാർക്കോ അല്ലെങ്കിൽ ജോലിക്ക് പോകാത്ത ആൾക്കാർക്കോ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ടാണെങ്കിൽ ഓക്കെ. ഇതെന്തിനാണ് എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്രയുടെ ആവശ്യം? പുരുഷന്മാരെന്താ ഈ പറഞ്ഞ സൗജന്യ യാത്ര അർഹിക്കുന്നില്ലേ? അവർക്കെന്താ മന്ത്ലി സേവിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ആവില്ല. കാരണം എല്ലാ പുരുഷന്മാരും കഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. ആരും ഞാൻ പ്രത്യേക സ്പെസിഫിക്കലി പറഞ്ഞ പുരുഷന്മാർ മാത്രം, എന്നാൽ പോലും എല്ലാവരും സ്പെസിഫിക്കലി കഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. അവർക്കൊരു മാസം 1000 രൂപ സേവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മാത്രം ഒരു പ്രത്യേക പരിഗണനയുടെ ആവശ്യം? KSRTC ഒന്നാമതേ നഷ്ടത്തിൽ പോകുന്നൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു രീതി കൊടുക്കുന്ന വഴി പ്രൈവറ്റ് ബസ്സുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, അതിലെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ചു. KSRTC ഇനിയും നഷ്ടത്തിലേക്ക് പോകും, അതിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും പറഞ്ഞ് ഇതൊരു ആവശ്യമുള്ള ഒരു കാര്യമല്ല. ഒരു പ്രത്യേക കാറ്റഗറിപ്പെട്ട ആളുകൾക്കാണെങ്കിൽ നമുക്കിത് പറയുന്നതിൽ ന്യായം ഉണ്ടാകും. നിങ്ങൾ ഈ പറഞ്ഞ സംഭവത്തോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.